ഇതുണ്ടോ ഗൈസ്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതുണ്ടോ കുഞ്ഞ് ഒരു കുഴിയാണ്. ഇവിടെ കപ്പത്തോട്ടമാണ്. ഇപ്പോൾ വെള്ളം കയറി ഇറങ്ങിയപ്പോൾ ഇവിടെ കുഞ്ഞു കുഴിക്കകത്ത് പെട്ടുപോയ കുറച്ച് മീൻ കുഞ്ഞുങ്ങൾ അതുണ്ടോ ഉണ്ടോ. നമുക്കിതിനെ കോരി കൂടുതൽ വെള്ളമുള്ള തോളിലോട്ട് വിടാം. ഓക്കെ, ഇതൊരു കുപ്പി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ കുപ്പി വെച്ച് ഇതിനെ കോരി ഇവിടെ കൊണ്ടുവിടാം. നമ്മളതിനകത്ത് വേസ്റ്റൊക്കെ മാറ്റി കോരിയപ്പത്തേനോ കണ്ടതേ, അതിനകത്ത് വാളക്കുഞ്ഞുങ്ങൾ പോലെ എന്തോ നടപ്പുണ്ട്. കണ്ടോ ആ വരുന്നുണ്ടോ, വാളയുടെ കുഞ്ഞുങ്ങളാണോ ചില്ലാങ്കൂരിയാണോ, അതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് വാളക്കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു. അതിനകത്ത് വേറെ തവളയുടെ കുഞ്ഞുങ്ങളുണ്ട്, അതല്ല ഈ കടന്ന് ഓടുന്നതൊക്കെ വാളക്കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് കിടപ്പുണ്ട്, ഇനി ഒരുപാട് കിടപ്പുണ്ട് ഇതിനകത്ത്. ഇത് കണ്ടോ കണ്ടോ, ഇത് മറ്റേ വാലുമാക്രിയാന്ന് പറയുന്നത്. ഇത് പക്ക വാളയുടെ കുഞ്ഞുങ്ങളാണ്. വാളയല്ലെങ്കിൽ മറ്റേ നമ്മുടെ കോട്ടയം ഭാഗത്തൊക്കെ ചില്ലാൻ എന്ന് പറയുന്നൊരു മീനുണ്ടല്ലോ, അതിൻ്റെ കുഞ്ഞുങ്ങൾ. പക്ഷേ ഇതിൻ്റെ മുഖ ഷേപ്പൊക്കെ കണ്ടിട്ട് വാള തന്നെയാണ്. അപ്പോൾ വേണം നമുക്ക് കുറച്ചുകൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടോ, സിലോപ്പിയുണ്ട്, വീണ്ടും വാളക്കുഞ്ഞുങ്ങൾ. കുറച്ചുകൂടെ ഒരു അത്ര കുറവൊന്നുമല്ല, ഒരു 10-20 ഇപ്പോഴും ഉണ്ട്. ഇനിയും അവിടെ കുഴിക്കകത്ത് എടുക്കാനുണ്ട്. ആ കുഴിക്കകത്തൊക്കെ പിടിക്കാനുള്ള ഇതൊക്കെ നമ്മൾ പിടിച്ച് കലയും കിടക്കുന്ന കുഴി നമ്മൾ പിടിച്ചാണ്. ഇതിനകത്തും ഉണ്ട് അനക്കം, ഇതിനകത്ത് മീൻ കിടപ്പുണ്ട്. ഇതിനെയും കൊണ്ട് നമുക്ക് ആ തൂട്ടി വിടാം. അപ്പോൾ ഈ തോടിന് ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ട് ഒഴിക്കുന്നത്. ഓക്കെ, അവസാനത്തെ കുഴിയൊന്നും പിടിച്ചെടുത്ത മീനുകളത്. അത് നെറ്റിയപ്പൂഞ്ഞാൻ കിടപ്പുണ്ട്, അതായത് മാനത്ത് കണ്ണി, പിന്നെ സിലോപ്പിയുടെ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. പിന്നെ കിടക്കുന്ന ഈ മീൻ ഇതാ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് വാളക്കുഞ്ഞുങ്ങളാണെന്നാണ് തോന്നുന്നത്. നമ്മൾ 3 പ്രാവശ്യമായിട്ട് ഒരു 10-50 വിട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൽ എത്ര എണ്ണം രക്ഷപ്പെടും, സർവൈവ് ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മളെ കൊണ്ട് സാധിക്കും, നമ്മൾ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ കിടന്ന് ചത്തു പോകണേക്കാട്ടും ഭേദമല്ലേ രക്ഷപ്പെടാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ ഇറക്കി വിടുന്നത്. അപ്പോൾ ഇതിനകത്തൊരു 10 എണ്ണം രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വിജയമാണ്. പിന്നെ നമുക്ക് ഇതിനെയും കൂടി അങ്ങ് ഇറക്കി വിടാം. കണ്ടേ, ഇതാട്ടോ തോട്. ഇങ്ങനെ ആറിൻ്റെ അങ്ങോട്ടാണ് പോകണം. അപ്പോൾ ഇവിടുന്ന് വെള്ളം കവിഞ്ഞ് ഇങ്ങോട്ട് കയറിയപ്പോൾ എങ്ങാണ്ട് കയറിയതാണ്. ഇതാ നമ്മുടെ സ്പോട്ട്. മുഴുവൻ കപ്പയായിരുന്നു. കപ്പ പറിച്ചപ്പോഴത്തേനുണ്ടായ ഓരോ കുഴികളിൽ വെള്ളം കയറി കെട്ടിടക്കണം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇങ്ങനെ ഒരു കനാലുണ്ട് അതിനകത്ത്. ആ കനാലിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ചത്തുവും. അപ്പോൾ ഇതിനകത്ത് ആ കനാലിനകത്ത് എന്തോരം മീനുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ കനാലിനകത്ത് അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പം അതിനകത്ത് കയറിയിരിക്കുന്ന മീൻ ഇനിയും മഴ പെയ്തില്ലെങ്കിൽ ആ മീനെല്ലാം ആ വെള്ളം പറ്റി ചത്തുവും. അതെല്ലാം കോരി പറ്റിച്ച് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാട്ടോ നമ്മുടെ കുപ്പി. നമ്മൾ കുപ്പി പ്ലാസ്റ്റിക് കുപ്പി കഴിവതും ഈ വഴിയിലൊന്നും അല്ലെങ്കിൽ തോട്ടിലൊന്നും ഇടാതെ ഹരിതകർമ്മസേന അവർ വരുമ്പോഴത്തേനും കൊടുത്തുവിടാൻ നോക്കുക. ഇപ്പം ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുപ്പിയും മറ്റു ജീവികൾക്ക് ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് കുപ്പിയൊന്നും ആരും വലിച്ചെറിയാതെ നോക്കുക. ഓക്കെ, ശരി.